സർ, ഇന്ത്യയിൽ ഏറ്റവും അധികം സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനം കേരളമാണ്. സർ, അതിനായി കേരള സർക്കാർ നൽകുന്ന ആരോഗ്യമദൻ പുരസ്കാരം തുടർച്ചയായി നമ്മുടെ സംസ്ഥാനമാണ് നേടുന്നത്. അതുമാത്രമല്ല സർ, കേന്ദ്ര സർക്കാർ ചികിത്സാ ധനസഹായത്തിനായി മാറ്റിവെക്കുന്ന പണത്തിൻ്റെ 10 മടങ്ങാണ് കേരള സംസ്ഥാന സർക്കാർ ജനങ്ങൾക്ക് നൽകുന്നത്. അതിനെ ഞാൻ അഭിനന്ദിക്കുന്നു. സാർ, സർക്കാർ മേഖലയിലുള്ള മെഡിക്കൽ കോളേജുകളിൽ അവയവമാറ്റ ശസ്ത്രക്രിയ നടത്തുന്നതിനുള്ള സൗകര്യങ്ങൾ എവിടെയൊക്കെ ഉണ്ട് എന്ന് വ്യക്തമാക്കാം. സർ, തിരുവനന്തപുരത്തും കോട്ടയത്തും കോഴിക്കോടും അതുപോലെ ആലപ്പുഴയിലും നമുക്ക് നിലവിൽ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്നുണ്ട്. ഇപ്പോൾ കോട്ടയത്ത് 10ാമത്തെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷനും നടന്നു. സർ, ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ നമുക്ക് എടുത്തു പറയാവുന്ന അല്ലെങ്കിൽ വളരെ സന്തോഷമുള്ള ഒരു കാര്യമുണ്ട് സർ. ഞാൻ നേരത്തെ പറഞ്ഞ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ സങ്കീർണമാണ്, വലിയ ഭാരിച്ച ചെലവ് വരുന്നതാണ്. ഈ സർക്കാരിന്റെ കാലത്ത് നമുക്കത് ആരംഭിക്കാൻ കഴിഞ്ഞു. കോട്ടയം മെഡിക്കൽ കോളേജിൽ 6ഉം 7ഉം ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ അത് മിക്കതും സൗജന്യമായി അല്ലെങ്കിൽ ഏറ്റവും മിതമായ നിരക്കിൽ നടത്തുന്നതിന് സാധിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ആരംഭിക്കുന്നതിന് സാധിച്ചിട്ടുണ്ട് സർ. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നല്ല നിലയിൽ തന്നെ മരണാനന്തര അവയവദാനം കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ അവിടെ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് കോഴിക്കോട് ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിക്കുന്നതിന് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. സാർ, അതൊരു ജനകീയമായിട്ടുള്ള ഇടപെടലാണ്. ഈ മേഖലയിൽ നിലനിൽക്കുന്ന ചൂഷണങ്ങളെയും സാമ്പത്തിക പ്രതിസന്ധികളെയും അതിജീവിക്കുന്നതിന് ജനങ്ങൾക്ക് സഹായമാകുന്ന ഒരു വലിയ പദ്ധതിയാണ് അത്. അതിന്റെ പ്രവർത്തനങ്ങൾ സർക്കാർ അതിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. സർ, തിരുവനന്തപുരത്ത് കിഡ്നിയും ലിവറും, ആലപ്പുഴയിൽ കിഡ്നി, കോട്ടയത്ത് കിഡ്നി, അതുപോലെ ഹാർട്ട്, ലിവർ, അതുപോലെ കോർണിയ, ഇവിടെ എല്ലാം നടക്കുന്നുണ്ട് സർ. കോഴിക്കോട് കിഡ്നി, എറണാകുളത്ത് GHL, അതും എടുത്തു പറയണം സാർ. രാജ്യത്ത് ആദ്യമായി ഒരു ജില്ലാതല ആശുപത്രിയിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയത് കേരളത്തിലാണ്, എറണാകുളം ജനറൽ ആശുപത്രിയിലാണ് സാർ. കഴിഞ്ഞ വർഷമാണ് ആ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയത്. ഇപ്പോൾ അവിടെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷനിലേക്ക് എറണാകുളം GH അത് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. സാർ, 1956 മുതൽ 80 വരെയുള്ള കാലത്ത് കേരളത്തിലെ ആരോഗ്യരംഗത്തെ പ്രവർത്തനമാണ് കേരള മോഡൽ. സാർ, ആരോഗ്യരംഗത്ത് അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്ന ആർദ്രം 1-2, പൊതുജന ആരോഗ്യ കേഡർ, പൊതുജന ആരോഗ്യ നിയമം 2023 സാർ തുടങ്ങിയവ കേരളത്തിലെ ആരോഗ്യരംഗത്തെ പുതിയ പ്രശ്നങ്ങളെ നേരിടാനുള്ള മറ്റൊരു കേരള മോഡലാവുകയാണ്. സാർ, അഭിനന്ദിക്കുന്നു. സാർ, അവയവദാന മേഖലയിൽ സമഗ്രമായ പുരോഗതി ലക്ഷ്യമാക്കി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗാൻ ട്രാൻസ്പ്ലാന്റ് സ്ഥാപിക്കുന്നതിന്റെ നിലവിലെ പുരോഗതി വ്യക്തമാക്കാമോ? സർ, ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് സംബന്ധിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അവിടെ ഒരു സ്പെഷ്യൽ ഓഫീസറെ നിയമിച്ചിട്ടുണ്ട്. ഈ പ്രോജക്റ്റിന്റെ DPR തയ്യാറാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോഴിക്കോട് നിലവിൽ ത്വക്ക് രോഗ ആശുപത്രി പ്രവർത്തിക്കുന്ന സ്ഥലത്താണ് ഇതിനു വേണ്ടിയിട്ടുള്ള സ്ഥലം കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ട്രാൻസ്പ്ലാന്റേഷൻ എല്ലാവിധമായിട്ടുള്ള ട്രാൻസ്പ്ലാന്റുകളും അവിടെ നടത്തുക എന്നുള്ളതിനൊപ്പം തന്നെ ആ ട്രാൻസ്പ്ലാന്റിലേക്ക് എത്തുന്നതിന് മുൻപ് ട്രാൻസ്പ്ലാന്റ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ആധുനിക നിലയിലുള്ള ചികിത്സ ഉറപ്പാക്കുക എന്നുള്ളതും ഒക്കെ തന്നെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ലക്ഷ്യമാണ്. പരമപ്രധാനം സാർ, ഈ സർക്കാർ മേഖലയിൽ ഇങ്ങനൊരു സംവിധാനം ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പം നമ്മൾ കണക്കെടുത്താൽ ഞാൻ നേരത്തെ പറഞ്ഞു, സംസ്ഥാനത്ത് നടക്കുന്ന അവയവ മാറ്റങ്ങളിൽ സർക്കാർ മേഖലയിൽ ഒരു വളരെ കുറച്ച് ശതമാനം മാത്രമേ ഉള്ളൂ സാർ നടക്കുന്നത്. ഭൂരിഭാഗവും സ്വകാര്യ മേഖലയിലാണ് നടക്കുന്നത്. അപ്പോൾ ഇതൊരു ഇടപെടലാണ്, സർക്കാരിന്റെ ഒരു ഇടപെടലാണ്. അത് വളരെ വേഗം സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്.